നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമായി ആൻമേരി ജാസിർ സംവിധാനം ചെയ്ത പലസ്തീൻ 36 എന്ന ചിത്രം പ്രദർശിപ്പിക്കും. ഈ വർഷത്തെ ടോക്കിയോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഈ ചിത്രം ടൊറന്റോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഗാല പ്രസന്റേഷൻ വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചപ്പോൾ 20 മിനിറ്റ് നേരമുള്ള കരഘോഷവും നേടിയിരുന്നു. 98ാമത് ഓസ്കാർ പുരസ്കാരത്തിനായി ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ട പലസ്തീനിയൻ ചിത്രം കൂടിയാണ് ഇത്. 1936 മുതൽ 1939 വരെ നീണ്ടുനിന്ന ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെയുള്ള അറബ് കലാപത്തെ പശ്ചാത്തലമാക്കിയ ചരിത്ര ചിത്രമാണ് ഇത്. ഗ്രാമീണനായ യൂസഫിന്റെ ജീവിത സംഘർഷങ്ങളും ജെറുസലേമിലെ കലാപ സാഹചര്യങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. ബ്രിട്ടീഷ് ഭരണത്തിനും സയനിസത്തിനുമെതിരെ പലസ്തീൻ കലാപം ആരംഭിച്ച വർഷമാണ് ചിത്രത്തിന്റെ പേരിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. വികാരനിർഭരമായ കുടുംബ ബന്ധങ്ങളെ അവതരിപ്പിച്ച ആൻമേരി ജാസിറിന്റെ വാജിബും ഇത്തവണ IFFK വേദിയിൽ പ്രദർശിപ്പിക്കും. 2017 ചിത്രത്തിന് IFFKയിൽ സുവർണ ചകോരം ലഭിച്ചിരുന്നു. 30ാമത് IFFKയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് വിഖ്യാത ആഫ്രിക്കൻ സംവിധായകനും തിരക്കഥാകൃത്തുമായ അബ്ദുറഹ്മാൻ സിസാക്കോയ്ക്ക് 10 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ആഫ്രിക്കൻ ചലച്ചിത്ര ലോകത്തെ, പ്രത്യേകിച്ചും പശ്ചിമാഫ്രിക്കൻ സിനിമയുടെ പ്രധാനപ്പെട്ട ശബ്ദങ്ങളിലൊന്നാണ് അബ്ദുറഹ്മാൻ സിസാക്കോ. 2015 അദ്ദേഹത്തിന്റെ വിഖ്യാത ചിത്രം ടിംബുക്തു കാൻ ചലച്ചിത്രവേളയിൽ പാംദോറിനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു. ഈ ചിത്രം മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ഫ്രാൻസിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ സീസർ അവാർഡിൽ മികച്ച ചിത്രം ഉൾപ്പെടെ 7 പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു. 2007 നടന്ന 60ാമത് കാൻ ചലച്ചിത്രമേളയിൽ കാൻ ഫിലിം ഫെസ്റ്റിവൽ ട്രോഫി, 2012 കാൻ മേളയിൽ പ്രത്യേക പുരസ്കാരം എന്നിവ സിസാക്കോയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ കുടിയേറ്റം, ആധുനികതയുടെ പ്രതിസന്ധികൾ, പാശ്ചാത്യ ആഫ്രിക്കൻ സംസ്കാരങ്ങളുടെ ഏറ്റുമുട്ടലുകൾ, മത തീവ്രവാദത്തിന്റെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ, ദാരിദ്ര്യം, പ്രതീക്ഷ എന്നിവയെല്ലാം അരനൂറ്റാണ്ടിനടുത്ത് നീണ്ട കരിയറിൽ സിസാക്കോയുടെ സിനിമകളുടെ മുഖ്യപ്രമേയങ്ങളായി മാറി. സൗന്ദര്യാത്മകതയുടെയും ശക്തമായ സാമൂഹിക പ്രമേയങ്ങളുടെയും സമന്വയമാണ് സിസാക്കോയുടെ ചിത്രങ്ങൾ. മനുഷ്യന്റെ അന്തസ്സും ചെറുത്തുനിൽപ്പും അദ്ദേഹം തന്റെ കഥാപാത്രങ്ങളിലൂടെ പകർന്നു നൽകുന്നു. വടക്കു പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ മൗറിത്താനിയയിലെ കിഫയിൽ 1961 ജനിച്ച അബ്ദുറഹ്മാൻ സിസാക്കോ കുട്ടിക്കാലത്ത് മാലിയിലേക്ക് കുടിയേറി. തുടർന്ന് സിനിമാ പഠനത്തിനായി റഷ്യയിലേക്ക് പോകുകയും മോസ്കോവിലെ ഗെരാസിമോവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിനിമാറ്റോഗ്രാഫിയിൽ നിന്ന് ബിരുദം നേടുകയും ചെയ്തു. 1990 സംവിധാനം ചെയ്ത ദ ഗെയിം എന്ന ഹ്രസ്വചിത്രത്തിനുമാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം. തുടർന്ന് 9 ഫീച്ചർ സിനിമകളും നിരവധി ഡോക്യുമെന്ററികളും ഹ്രസ്വചിത്രങ്ങളും സിസാക്കോ സംവിധാനം ചെയ്തിട്ടുണ്ട്. കരിയറിന്റെ തുടക്കം മുതൽ തന്നെ സിസാക്കോയുടെ സിനിമകൾ മുൻനിര ചലച്ചിത്രമേളകളിൽ ഇടം പിടിച്ചിരുന്നു. ലൈഫ് ഓൺ എർത്ത്, വെയിറ്റിംഗ് ഫോർ ഹാപ്പിനെസ്, ബാമാക്കോ എന്നിവ കാൻ ചലച്ചിത്രമേളയിലും ടിംബുക്തു കാൻ മേളയിൽ പ്രധാന മത്സര വിഭാഗത്തിലും പ്രദർശിപ്പിച്ചു. ഈ ചിത്രങ്ങളെല്ലാം ആഗോളതലത്തിൽ മികച്ച നിരൂപക പ്രശംസ നേടി. കാനിൽ പാംദോറിനായി മത്സരിച്ച ഏക ആഫ്രിക്കൻ സംവിധായകനാണ് സിസാക്കോ. 30ാമത് IFFKയിൽ അബ്ദുറഹ്മാൻ സിസാക്കോയുടെ 5 സിനിമകൾ പ്രദർശിപ്പിക്കും. ലൈഫ് ഓൺ എർത്ത് 1997 സിനിമ, വെയിറ്റിംഗ് ഫോർ ഹാപ്പിനെസ് 2002 സിനിമ, ബമാക്കോ 2006, ടിംബുക്തു 2014, ബ്ലാക്ക് ടീ 2024 ഈ ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2009 IFFKയിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഏർപ്പെടുത്തിയത്. മൃണാൾ സെൻ, ജർമ്മൻ സംവിധായകൻ വെർണർ ഹെർസോഗ്, സ്പാനിഷ് സംവിധായകൻ കാർലോസ് സൗറ, ഇറ്റാലിയൻ സംവിധായകൻ മാർക്കോ ബെല്ലോക്കിയോ, ഇറാൻ സംവിധായകരായ ദാരിയൂഷ് മെഹർജുയി, മജീദ് മജീദി, ചെക്ക് സംവിധായകൻ ജിറി മെൽസൺ, റഷ്യൻ സംവിധായകൻ അലക്സാണ്ടർ സോക്കുറോവ്, അർജന്റീനൻ സംവിധായകൻ ഫെർണാണ്ടോ സോളാനസ്, ഫ്രഞ്ച് സംവിധായകൻ ഗൊദാർദ്, ഹംഗേറിയൻ സംവിധായകൻ ബേലാത്താർ, പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസി,
ഹോങ്കോങ് സംവിധായിക ആൻ ഹുയി തുടങ്ങിയവരാണ് ഇതുവരെ ഈ പുരസ്കാരത്തിന് അർഹരായ മറ്റു പ്രതിഭകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.